നമ്മുടെ വീട്ടിലുള്ള ചില പ്രശ്നങ്ങൾ എന്താണെന്നറിയോ? ചില അമ്മായിമ്മമാരാണ് പ്രശ്നങ്ങൾ. ഇങ്ങനെ പറയാൻ കാരണം, ഇതിനു മുമ്പായി 2 വീഡിയോസ് ചെയ്തപ്പോൾ അതേ സ്വഭാവത്തിന്റെ അമ്മായിമ്മയാണ് എന്റെ അമ്മായി എന്ന് പറഞ്ഞ് ചില ആളുകൾ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഇങ്ങനെ തുച്ഛമായ സ്ഥാനം ചില അമ്മായിമ്മമാർക്ക് വെക്കാനുള്ള കാരണം എന്താണെന്നറിയോ? പരിഗണന കെട്ടിക്കൊണ്ടുവന്ന മകന്റെ ഭാര്യക്ക് കൊടുക്കാതിരിക്കുമ്പോഴാണ് ഈ തുച്ഛമായ, ആർക്കും വേണ്ടാത്തൊരു സ്ഥാനമാനങ്ങൾ ആ മരുമക്കൾ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? സ്വന്തം കെട്ടിക്കൊണ്ടുവന്ന മകന്റെ ഭാര്യയെ കുറ്റങ്ങളും കുറവുകളും നിങ്ങളുടെ കുടുംബത്തിലോ അയൽവാസിയിലോ നാട്ടുകാരിലോ ആരെങ്കിലും മുമ്പിലോ ഇല്ലാത്ത ആരോപണങ്ങളെ ഉന്നയിച്ചുകൊണ്ടു അവർക്ക് മനസ്സ് വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളെ വാക്കുകൊണ്ടോ നാക്കുകൊണ്ടോ വന്നുപോയാൽ അവരുടെ മനസ്സ് പിന്നെ വേദനിച്ചു പോകും. പിന്നെ അവരുടെ മുമ്പിൽ നിങ്ങൾക്കൊരു തുച്ഛമായ സ്ഥാനമേ ഉണ്ടാവുകയുള്ളൂ. സ്വന്തം മകളെ പോലെ കണ്ടറിയുന്ന അമ്മായിമ്മമാരായി ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ വീട്ടിന്റെ അമ്മായിമ്മമാരും ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തരുന്ന വില തുച്ഛമായ വിലമായിരിക്കും. അതുകൊണ്ട് അമ്മായിമ്മമാരോട് എനിക്ക് പറയാനിരിക്കുന്നത്, ചില അമ്മായിമ്മമാരുണ്ട് തസ്ബീഹ് മാല ചുരുട്ടാൻ വലിയ ബമ്പത്തരമാണ്, ഖമീസ് മക്കനിട്ട് 5 വക്ത് നമസ്കരിക്കാനും വലിയ ബമ്പത്തരമാണ്. പക്ഷെ സ്വന്തം മകന്റെ ഭാര്യയെ പരിഗണിക്കുന്നില്ല. ആളുകളുടെ മുമ്പിൽ ഇൻസൾട്ട് ആക്കുകയും നിസ്സാരപ്പെടുത്തുകയും കുറ്റം പറയുകയും ആക്ഷേപിക്കുകയും ഇല്ലാത്ത കഥകളെ കെട്ടി അവളുടെ മേൽ ചുമത്തുകയും ചെയ്യുന്ന ചില അമ്മായിമ്മമാരുണ്ട്. പടച്ചവനിക്ക് നിങ്ങളുടെ ഈ നിസ്കാരങ്ങളോ ഈ തസ്ബീഹകളോ അതൊന്നും ആവശ്യമില്ല. സ്വന്തം മകളെക്കാളും ഏറ്റവും കൂടുതലായി പരിഗണിക്കേണ്ട ഒരാളും കൂടിയാണ് മകന്റെ ഭാര്യയെന്ന് ഓരോ അമ്മായിമ്മമാരും ചിന്തിക്കണം. ചില വീട്ടിലുള്ള അമ്മായിമ്മമാർ നിങ്ങളുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഒരു കാലത്തും കെട്ടിക്കൊണ്ടുവന്ന മകന്റെ ഭാര്യ തുച്ഛമായ സ്ഥാനമേ നിങ്ങൾക്ക് നൽകാനുള്ളൂ. ഓക്കെ, വീണ്ടും കാണാം.